വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുള്ള് വോയിസ് ഓവർ ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വീഡിയോ ഹെയർ കെയർ ടിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹെയർ കെയർ ടിപ്പ് പാർട്ട് 1 എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. താല്പര്യമുള്ളവർ കയറി കാണാം. ഈ ഒരു സാധനം എന്താണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ ആണ് കേട്ടോ. റീസെൻ്റ്ലി ആണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഒത്തിരി വീഡിയോസിൽ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചത്. ഫസ്റ്റ് ബോട്ടിലാണ് കേട്ടോ. പകുതിയേ എൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ലെങ്ത്ത് മാത്രമേ ഉള്ളൂ, ഒട്ടും ഉള്ളില്ല. അതുപോലെ തന്നെ നല്ല രീതിക്ക് മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒത്തിരി ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെയൊക്കെ കറക്റ്റ് റിസൾട്ട് അറിയണമെങ്കിൽ 3-4 മാസം കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചാൽ മാത്രമാണ് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുന്ന രീതി വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൽ ഓൺ ഓഫ് ബട്ടണൊക്കെ ഉണ്ട്. ഓൺ ചെയ്ത് സ്പ്രേ ചെയ്യുക നമ്മുടെ മുടിയിലേക്ക്. അതുപോലെ തന്നെ ആ ഒരു ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ആ ബോട്ടിലിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ കുളി കഴിഞ്ഞിട്ടുള്ള നനഞ്ഞ മുടിയിലായാലും സ്പ്രേ ചെയ്യാം, അതുപോലെ തന്നെ കുളിക്കുന്നതിന് മുന്നേ ആയാലും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴുകി കളയുന്ന നിർബന്ധമേ ഇല്ല. മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല രീതിക്ക് കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു. ഇത് യൂസ് ചെയ്താലുള്ള ഗുണങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവൂലേ. എന്നാൽ പറയാം. മെയിനായിട്ട് ഞാൻ എന്തിനാ വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ, മുടി കൊഴിച്ചിൽ. അത് തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം കേട്ടോ. മുടി കൊഴിച്ചിൽ ഒത്തിരി റെഡ്യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് കുറച്ചുകൂടിയും വോളിയം തോന്നിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിക്ക് കുറച്ചുകൂടി ഷൈൻ തോന്നി. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കവർക്കും തന്നെ അറിയായിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന മിക്കവരും തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും. എന്നാലും ഇത് വാങ്ങി യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് നിൽക്കുന്നവർക്കും ഇനി വാങ്ങാൻ പോകുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടോട്ടെ. അതുകൂടാതെ തന്നെ എൻ്റെ ഒരു ഹെയർ കെയറിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നമ്മുടെയൊക്കെ ഈ ബിസി ലൈഫിൽ ഹെയർ കെയർ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്കൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കയറി വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.